കാസ്റ്റിംഗ് കൗച്ച് പരാതി വ്യാജമെന്ന് അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു. നടന്നത് ഹണി ട്രാപ്പിനുള്ള ശ്രമം. യുവതി തന്നെ വിളിക്കുകയായിരുന്നു. ആവശ്യപ്പെട്ട പണം നൽകാതിരുന്നതോടെയാണ് പരാതി നൽകിയത്. പരാതിക്കാരിക്ക് പിന്നിൽ മറ്റു ചിലർ ഉണ്ടെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ദിനിൽ ബാബു പറഞ്ഞു. അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്. അതിന്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല അവര് ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇവര് മാത്രമല്ല ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിന്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ ഇവിടുത്തെ പോലീസും നിയമവും നമുക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, ഈ പരാതിയിൽ ഇപ്പോൾ പ്രതികരണം നടത്തുന്നു. കാസ്റ്റിംഗ് കൗച്ച് പരാതിയിൽ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ എന്ത് കാര്യത്തിലാണ് വ്യക്തത വരുന്നത് നമുക്ക് ഈ വിഷയത്തിൽ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഹണി ട്രാപ്പിനുള്ള ശ്രമമായിരുന്നു എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ കൂടി പോലീസ് ഇത് അന്വേഷിക്കാനാണോ സാധ്യത? അതിന് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ പീഡന ശ്രമം എന്ന പരാതി മാത്രമാണ്. ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി മാത്രമാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ആ പരാതിയെ പറ്റിയാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടി വേസറർ ഫിലിംസിന്റെ പേരിൽ വിളിച്ചു വരുത്തി തന്നെ കയറി പിടിച്ചെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകുന്നത്. ആ പരാതിയുടെ പുറത്താണ് പോലീസ് സൗത്ത് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബുവിന്റെ പ്രതികരണം ലഭ്യമാകുന്നത്. തനിക്ക് ഈ കാസ്റ്റിംഗ് കൗച്ച് പരാതി വ്യാജമാണെന്നാണ് അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബു പറയുന്നത്. ഹണി ട്രാപ്പിനുള്ള ശ്രമമാണ് നടന്നത്. തന്നെ യുവതി ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. 2 ദിവസം പണം ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പണം നൽകാതിരുന്നതോടെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയതെന്നും പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പേര് വലിച്ചിരിക്കപ്പെട്ടതിൽ വേസറർ എന്ന കമ്പനി ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഈ കമ്പനിയോട് താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അവർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുന്നുവെന്നും പരാതിക്കാരിക്ക് പിന്നിൽ മറ്റു ചിലരുണ്ടെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ദിനിൽ ബാബു പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേസററും പോലീസിലും ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്.